തൃശൂർ കണ്ടശംകടവിൽ ബൂത്തിലേക്ക് എത്തിയ UDF സ്ഥാനാർത്ഥിയെ TN പ്രതാപനെ തടഞ്ഞ BJP പ്രവർത്തകർ. BJP UDF പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. സംഘർഷമുണ്ടാക്കിയ BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നടരാജ് പരശുറാമുണ്ട് വിവരങ്ങൾ നൽകാൻ. നടരാജ, എന്തു പറഞ്ഞാണ് BJP പ്രവർത്തകർ TN പ്രതാപനെ തടഞ്ഞത്? ദിവ്യ, മണലൂർ മണ്ഡലത്തിൽ കിറ്റ് വിവാദത്തിന് ശേഷം NDAയും UDFും തമ്മിലുള്ള തർക്കവും ഉന്തും തള്ളലുമൊക്കെ തന്നെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെന്ന് പറയേണ്ടി വരും. ഇന്ന് കണ്ടശാങ്കടവില് ബൂത്തിൽ വന്നപ്പോഴാണ് TN പ്രതാപൻ വന്നപ്പോഴാണ് BJP പ്രവർത്തകർ തടഞ്ഞത്. പ്രതാപനെ ബൂത്തിലേക്ക് കടത്തിവിടാം, പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ കടത്തിവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഇവർ തടഞ്ഞത്. ഇത് പറഞ്ഞ് NDA പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി. അത് പിന്നെ ഉന്തും തള്ളും നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. തന്നെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന് TN പ്രതാപൻ ആരോപിച്ചു. എന്തായാലും BJPയുടെ പ്രവർത്തകർ അവിടെ ഉന്തും തള്ളും ഉണ്ടാക്കുകയും പ്രശ്നം കൈവിട്ടു പോവുകയും ചെയ്യാൻ സാധ്യത വന്നതോടുകൂടി പോലീസ് ഇടപെടുകയും BJPയുടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. BJP പ്രവർത്തകരെ കസ്റ്റഡിയിലല്ല എടുക്കേണ്ടത്, അവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി KK അനീഷ് കുമാറും രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എന്തായാലും സ്ഥിതി ഇപ്പോൾ ശാന്തമാണ്. മണലൂരിൽ ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം പുറത്തുവരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വാണിയമ്പാറയിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു വോട്ടർ കുഴഞ്ഞു വീണ്ടും മരിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നു. EKM UP സ്കൂളിൽ നിന്നും വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ആളാണ് മരിച്ചത്. രാമഞ്ചിറ പാമ്പുങ്കൽ വീട്ടിൽ വിനോദ്, 62 വയസ്സുണ്ട്. അദ്ദേഹം കുഴഞ്ഞു വീണ്ടും മരിച്ചു. അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന വിവരവും പുറത്തുവരുന്നു. ശരി, എന്തായാലും മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ബൂത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് BJP പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞതാണ്. ചെറിയ ചില സംഘർഷങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്.